അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ടീച്ചർമാർ പറയുന്നതെല്ലാം കേൾക്കണം, ക്ലാസ്സിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞാണ് വിട്ടത്. ഇപ്പം മോൾ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും ഓരോ ടീച്ചർമാരും വരുമ്പോഴത്തേക്ക് കുട്ടികളെ വിളിക്കുമ്പോഴത്തേക്ക് അവൾ അങ്ങോട്ട് ചോദിക്കും, ഞാൻ വരട്ടെ എന്ന് ഓരോ ടീച്ചർമാരോടും ചോദിക്കും. അത്രയ്ക്കും മാറ്റമാണ് മോൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ആശ. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ ജാലിയോയിൽ പഠിക്കുന്ന മോള് ശില്പ ശശിയുടെ അമ്മയാണ്. മോൾ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ക്ലാസ്സിലും അടങ്ങിയിരിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങി കയറി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ടീച്ചർമാർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ആൻറ്റി മോള് ക്ലാസ്സിലൊന്നും അടങ്ങിയിരിക്കത്തില്ല, ഇപ്പോഴും ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ടീച്ചർമാർ പറയുന്നതെല്ലാം കേൾക്കണം, ക്ലാസ്സിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞാണ് വിട്ടത്. ഇപ്പം മോൾ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും ഓരോ ടീച്ചർമാരും വരുമ്പോഴത്തേക്ക് കുട്ടികളെ വിളിക്കുമ്പോഴത്തേക്ക് അവൾ അങ്ങോട്ട് ചോദിക്കും, ഞാൻ വരട്ടെ എന്ന് ഓരോ ടീച്ചർമാരോടും ചോദിക്കും. അത്രയ്ക്കും മാറ്റമാണ് മോൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഞാൻ എല്ലാ ദിവസവും, എനിക്ക് ജോലി ഉള്ളത് കാരണം എല്ലാ ദിവസവും ഞാൻ വരാറില്ല. ശനിയും ഞായറുമാണ് ഞാനിവിടെ വരുന്നത്. ശനിയും ഞായറും വരുമ്പോൾ ഞാൻ കരിഷ്മയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന വർക്കുകൾ ഞാൻ ചെയ്യും. മാസം തോറും അതിലൊരു ശമ്പളം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാറുണ്ട്. ഇവിടെ മോളെ പോലെ തന്നെ മോളിവിടെ വരുന്നത് മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. കൂട്ടുകാരെ കാര്യവും എല്ലാവരുടെ കാര്യവും വീട്ടിൽ വന്ന് പറയും. ഞാൻ ചോദിക്കും, ഓരോ ദിവസവും അവളെക്കുറിച്ച് ഞാൻ ചോദിക്കും, ഇവിടെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടായിരുന്നു എന്ന് എല്ലാം അവൾ വീട്ടിൽ വന്ന് പറയും. അവൾ ഇവിടെ വരുന്ന സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. ശനിയും ഞായറും വരുന്ന ഞാനും അതിലേക്കാളും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്.